സത്യേട്ടാ ഇത് എത്ര കട്ടയുണ്ട് സത്യേട്ടാ? 2, 4, 6, 8, 10 കട്ടയുണ്ട്. 10 കട്ട വളരെ നിഷ്പ്രയാസം കണ്ടോ സത്യേട്ടൻ പൊക്കിയെടുത്തിരിക്കുകയാണ്. അത് ഹോളോ ബ്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ സത്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഈ 10 കട്ടയൊക്കെ പൊക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതുണ്ടോ, ശരിക്കും ഒറിജിനൽ കല്ലിനെ വെല്ലുന്ന കല്ലുകളാണ്. ഇതും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ എങ്ങനെയാണ്, ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ നിർമ്മാതാവിനോട് തന്നെ ചോദിക്കാം. ഇത് കണ്ടോ, വലിയൊരു ക്യാമറയാണ്. ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. ഇത് പക്ഷേ ആർട്ടിഫിഷ്യലാണ്, ഇത് ഒറിജിനൽ അല്ല. പക്ഷെ ഒറിജിനലിനെ വെല്ലുന്നതാണ്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഒരു നിർമ്മാതാവുണ്ട്. എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തിന് നേരിട്ട് ചോദിക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം നമ്മളാ കണ്ട സിമെൻറ്റിൻ്റെ ഇഷ്ടികയും ഈ കല്ലുകളും ഒക്കെ വെച്ചിട്ട് എന്തോ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ബാലൻസ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കാം. ഇതിപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ട ഹോളോ ബ്രിക്സിൻ്റെ കട്ടകളും ആ കല്ലും ഒക്കെ വെച്ചിട്ട് സെറ്റാക്കിയിരിക്കുന്ന ഒരു സമാധി മണ്ഡപം ആണ്. ഇതൊരു വർക്കിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇത് ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത ആളാണ്. ഇത് ടോണി എന്നാണ് ആളുടെ പേര്. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാമല്ലോ. ഇത് ടോണിയാണ് ഈ വർക്കുകളെല്ലാം ചെയ്തത്. ടോണി വീട് എവിടെയാ? രാമപുരം. ടോണി ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? കുറച്ച് നാളായി. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതും? കൂടുതൽ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ഇതിന് മുൻപും വേറെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഇത് പ്രൊഫഷണലായിട്ട് പഠിച്ചതാണോ അതെങ്ങനെ ഇത് ചെയ്യുന്നത്? എങ്ങനെ ഈ ഒരു ആർട്ട് വർക്കിലേക്ക് വന്നത് എങ്ങനെയാ ടോണി? ഇതിന് പഠിച്ചതല്ലല്ലോ, അപ്പൊ എങ്ങനെയാ ഈ ഒരു പ്രൊഫഷനിലേക്ക് തിരിഞ്ഞത്? എങ്ങനെയാ പറഞ്ഞോ. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ കുറേ ഫ്രണ്ട്സുകളൊക്കെ അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓരോ വർക്കിനൊക്കെ നമ്മൾ ചെയ്തു. പക്ഷെ നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് കേട്ടോ ടോണി എല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഈ കല്ലുകളും ഹോളോ ബ്രിക്സും ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ടോണി ചെയ്തിരിക്കുന്ന ഒരു ക്യാമറ ഞാൻ കണ്ടു. അത് എന്തിനു വേണ്ടിയിട്ട് ചെയ്തായിരുന്നു ടോണി? അതൊരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട്. അല്ലേ, പക്ക ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ടോണിയുടെ നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലേക്ക് ആർട്ട് ടെക്നീഷ്യനെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ടോണീനെ ധൈര്യപൂർവ്വം കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു യൂട്യൂബ് ചാനൽ കൂടെ ഉണ്ട്. ഉണ്ടോ? ജാവ ആർട്ട് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്. ഓക്കെ, ജാവ ആർട്ട് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്. ഓക്കെ. അങ്ങനെ ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്. അതും കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.